أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ربنا زدنا علما رب زدنا علما نافعا اللهم إنا نسألك خير هذا اليوم وخير ما فيه نصره وفتحه ونوره وبركته اللهم زينا بزينة الإيمان اللهم اجعل أعمالنا كلها صالحة واجعله لوجهك خالصا ولا تجعل لأحد منه شيئا അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആല ഇമ്രാൻ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല. അൽഹംദുലില്ലാ നമ്മൾ ലാസ്റ്റ് 78 ആയത്തുകളല്ലേ പറഞ്ഞത്? അല്ല 77 നിർത്തിയത്? 78ാമത്തെ ആയത്ത് എടുത്തിനോ? കറക്റ്റ് ഞങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആരെങ്കിലും ഒന്ന് പറയൂ. 77 തോന്നുന്നു, അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. സൂറത്ത് ആല ഇമ്രാൻ പഠിക്കുന്ന ഇഫ്ല് ചെയ്യുന്നവരില്ലേ ഇതില്? 77 ആ 78ാമത്തെ ആയത്ത് മുതൽ എടുക്കാനുള്ളത്. 78 എടുക്കാനുള്ളത്. അന്ന് നെര്യാണിക്ക് താഴെയുള്ള വസ്ത്രധാരണത്തിനെ കുറിച്ചല്ലേ സംസാരിച്ചത്? അള്ളാഹ് നോക്കൂല അല്ലെ? ഓക്കെ. ബറക്കല്ലാഹു ഫീക്കും. ഞാൻ ഇങ്ങനെ ഓർമ്മിക്കാനേ, ഞാൻ കഴിഞ്ഞ ആഴ്ച 70ാമത്തെ ആയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിന്. പക്ഷേ പിന്നെ എടുത്തിട്ടില്ല, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതാണ്. ഓക്കെ, മാഷാ അല്ലാ, ജസാക്കില്ലാഹ് കമറൂബാൻ, മാഷാ അല്ലാ. അപ്പോൾ ഇനി നമുക്ക് 78 എടുക്കാം അല്ലേ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن منهم لفريقا يلوون ألسنتهم بالكتاب لتحسبوه من الكتاب وما هو من الكتاب ويقولون هو من عند الله وما هو من عند الله ويقولون على الله الكذب وهم يعلمون ما كان لبشر أن يؤتيه الله الكتاب والحكم والنبوة ثم يقول للناس كونوا عبادا لي من دون الله ولكن كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്താ പറയുന്നത്? വ ഇന്ന മിൻഹും. ഇപ്പം നമ്മൾ നേരത്തെ അള്ളാഹുവിൻ്റെ കരാറുകളും ശപഥങ്ങളും തുച്ഛമായ വിലക്ക് വിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയുള്ളവർക്ക് ഈ ദുനിയാവിൽ പരലോകത്ത് ഒരു ഓഹരിയും ഇല്ല. അല്ലാഹു തആല അവരെ നോക്കൂല, അവരോട് സംസാരിക്കൂല, അവരെ സംസ്കരിക്കൂല. അത് മാത്രമല്ല, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്നുള്ള മുന്നറിയിപ്പും താക്കീതുകളും ഒക്കെ നൽകി അല്ലേ? എന്നിട്ട് അല്ലാഹു തആല പറയുന്നേ, വ ഇന്ന മിൻഹും, അവരിൽപ്പെട്ട, നിശ്ചയമായും അവരിലുണ്ട്. ഇതൊരു വിഭാഗം ആൾക്കാരെ കുറിച്ച് പറഞ്ഞു അല്ലേ? എന്നിട്ട് പിന്നെ ഒരു വിഭാഗം ആൾക്കാരെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത്, ല ഫരീഖൻ, ഒരു വിഭാഗം, ഒരു കക്ഷി. അവരെന്താണ്? യൽവൂന അൽസിനതഹും, അവരവരുടെ നാവുകളെ ഇങ്ങനെ വളച്ച് തിരിക്കും, ചുരുട്ടും. എന്താണ്? പിന്നെ ബിൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ, അതായത് വേദഗ്രന്ഥത്തിൽ നല്ല പിന്നെ ആ വാചക ശൈലി എന്നാണ് അതിന് യൽവൂന അൽസിനതഹും എന്ന് വെച്ചാൽ, പിന്നെ ആ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ അമ്മാനമാടുന്നെല്ലാം പറയുന്ന പോലെ വാക്കുകളിങ്ങനെ വാചക ശൈലികൾ വളച്ചൊടിക്കുന്ന ചില ആളുകൾ അവരുടെ പിന്നെ കൂട്ടത്തിലുണ്ട്. വേദഗ്രന്ഥത്തിലെ വാചകങ്ങളെ. വ ഇന്ന മിൻഹും ലഫരീഖൻ യൽവൂന അൽസിനതഹും ബിൽ കിതാബ്. അപ്പം കേൾക്കുമ്പോൾ വേദഗ്രന്ഥത്തിലുള്ള പിന്നെ വാക്കുകളെ അവർ വളച്ചും തിരിച്ചും മറിച്ചും ഒരു ദുർവ്യാഖ്യാനം ചെയ്യുന്ന പോലെ അതിനെ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും
എന്തിനു വേണ്ടി അവരങ്ങനെ ചെയ്യുന്നത്? ലി തഹ്സബൂഹു, നിങ്ങൾ അതിനെ വിചാരിക്കാൻ വേണ്ടിയിട്ട്. എന്ത്? മിനൽ കിതാബ്, അത് വേദഗ്രന്ഥത്തിൽ പെട്ടതാണ് എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട് വേദഗ്രന്ഥത്തിലെ വാക്കുകൾ അവരുടെ നാവുകൾ കൊണ്ട് പിന്നെ വളച്ച് തിരിച്ച് പിന്നെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതിലൊരു വിഭാഗം ആൾക്കാരുണ്ട് എന്നാ പറയുന്നത്. എന്നാൽ അല്ലാഹു തആല പറയുന്നു വമാഹുവ മിനൽ കിതാബ്, വമാഹുവ അതല്ല താനും മിനൽ കിതാബ്, അത് വേദഗ്രന്ഥത്തിൽ പെട്ടതല്ല. വയഖൂലൂന, അവര് പറയും എന്ത്? ഹുവ മിൻ ഇൻദില്ലാ, ഇത് അള്ളാന്റെ അടുത്ത് നിന്നുള്ളതാണ് എന്ന് പറയും. എന്നാൽ വമാഹുവ മിൻ ഇൻദില്ലാ, അതെന്തല്ല? അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതല്ല, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതല്ല താനും. വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ, അവരറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ അവര് കള്ളം പറയുകയാണ്, ഈ വ്യാജം പറയുകയാണ്, അസത്യം പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒന്നുകൂടി നമ്മൾ പിന്നെ ഈ ആയത്തിന്റെ അർത്ഥം നമ്മൾ ഒന്നും കൂടി അർത്ഥം പറയാം. വ ഇന്ന മിൻഹും ലഫരീഖൻ യൽവൂന അൽസിനതഹും ബിൽ കിതാബ്, അവരിൽ ഒരു വിഭാഗം ആൾക്കാരുണ്ട് എന്ത്? വേദഗ്രന്ഥത്തെ വളച്ചൊടിക്കുന്ന, അവരുടെ വാചക ശൈലി കൊണ്ട് അത്രയും വാക്കുകൾ പിന്നെ നല്ല അല്ലെ, കേൾക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്ന രീതിയിൽ അതിനെ വളച്ചൊടിക്കുന്ന ആളുകൾ. ലി തഹ്സബൂഹു മിനൽ കിതാബ്, അത് വേദഗ്രന്ഥത്തിൽ നിന്നുള്ളതാണ് എന്ന് നിങ്ങൾ വിചാരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല അവരങ്ങനെ ചെയ്യുന്നത്. എന്നാൽ വമാ ഹുവ മിനൽ കിതാബ്, അത് വേദഗ്രന്ഥത്തിൽ നിന്നുള്ളതല്ല. വയഖൂലൂന ഹുവ മിൻ ഇൻദില്ലാ, പിന്നെ അവർ പറയും എന്ത്? ഇത് അള്ളാഹിന്റെ അടുക്കൽ നിന്നുള്ളതാണ് എന്ന് പറയും. എന്നാൽ വമാ ഹുവ മിൻ ഇൻദില്ലാ, അത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതല്ല. വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ, അവർ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പേര് കള്ളം കെട്ടിച്ചമച്ച് പറയുകയാണ്. സത്യത്തിൽ ഇത് യഹൂദികളെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെപ്പോഴും ഇവിടെ ഇപ്പോൾ സൂറത്തുൽ ബഖറയിലും ആല ഇമ്രാനിലും ഒക്കെ ഈ ജൂതന്മാരുടെ വിഷയം തന്നെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ അള്ളാഹു അവസരം തരുന്നത് നമ്മൾ നല്ലോണം മനസ്സിലാക്കാം. കാരണം ഒരിക്കലും യഹൂദികളെ കുറിച്ച് ജൂതന്മാരെ കുറിച്ച് നമുക്ക് ഖുറാനിൽ പറഞ്ഞു തരുമ്പോൾ അവിടെ എന്താണ് അതിൽ നിന്നുള്ള പാഠം നമ്മൾ മനസ്സിലാക്കണം അല്ലേ. അവരെ പോലെ നമ്മൾ ഒരിക്കലും അവരെ പോലെ ആകാനേ പാടില്ല എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം. പിന്നെ യഹൂദികൾക്ക് അവർ മാറാൻ അല്ലെ, അവർക്കൊരു മാറ്റം ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം സുബ്ഹാനല്ലാഹ്, നമ്മൾ സൂറത്ത് ബഖറയിലും സെയിം അല്ലെ ടോപ്പിക് തന്നെ, ആല ഇമ്രാനിലും നമ്മൾ ഇത് തന്നെ വിഷയം ഇങ്ങനെ എന്താ പറയാ ഒരുമിച്ച് നമ്മൾ മനസ്സിലാക്കിയെന്നല്ലേ. അപ്പം ഇവിടെ യഹൂദികളിലുള്ള പണ്ഡിതന്മാര് അവരവരുടെ വേദഗ്രന്ഥത്തിൽ നടത്തുന്ന വലിയൊരു കടുത്ത വഞ്ചനയെ കുറിച്ചാണ് അല്ലാഹു തആല ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അവരെന്താക്കുന്നറിയോ? അനുയായികൾക്ക് വേദഗ്രന്ഥം വായിച്ച് പഠിപ്പിച്ചു കൊടുക്കും. അന്നേരം അവരത് പിന്നെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് പിന്നെ അവരവരുടെ ഇതിന് വരുന്ന രീതിയിൽ അതിൻ്റെ അക്ഷരങ്ങളും പദങ്ങളും മാറ്റിമറിച്ച് സ്ഥാനം തെറ്റിച്ച് ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയിട്ട് അവരെന്താക്കും? അത് വായിക്കും. അന്നേരം കേൾക്കുന്ന ആൾക്കാരിൽ വിവരമില്ലാത്ത ആൾക്കാർ എന്താ വിചാരിക്കുക? ഇതൊക്കെ വേദവാക്യങ്ങളാണ് എന്ന് വിചാരിക്കും. അത് തന്നെയാണ് അവർ ഉദ്ദേശം. അതായത് അവർ വായിക്കുന്നതെല്ലാം ഇത് അള്ളാഹിന്റെ വേദഗ്രന്ഥത്തിൽ നിന്നുള്ളതാണ്, അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്നുള്ള ആ ഒരു രീതിയിലാണ് അവർ വായിക്കുക. സത്യത്തിൽ അവർ ചെയ്യുന്ന വലിയൊരു വഞ്ചനയാണ് അല്ലേ. സത്യത്തിൽ ഇതൊരു അബദ്ധമല്ല, അവരുടെ അടുത്തുനിന്ന് സംഭവിച്ചു പോകുന്ന. ചിലപ്പം ചില വ്യാഖ്യാനങ്ങൾ തഫ്സീർ മുഫസ്സിരിങ്ങൾ കൊടുക്കുമ്പോൾ പിന്നെ ചിലപ്പോൾ അബദ്ധങ്ങൾ സംഭവിച്ചു പോകാറുണ്ട്. പക്ഷെ അങ്ങനെയുമല്ല, ഇവരെന്താ ചെയ്യുന്നത്? മനഃപൂർവ്വം അവരെന്താക്കുന്നതാണ്? അലല്ലാഹിൽ കദിബ അല്ലെ, വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ടാണ് അവരെന്താക്കുന്നത്? അള്ളാഹിന്റെ പേരിൽ കളവ് കെട്ടിപ്പറയുന്നത്. സുബ്ഹാനല്ലാഹ്. സത്യത്തിൽ ഇത് യഹൂദികൾ അന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് കാര്യവും അല്ലെ, ഖുർആനിലെ ഒരായത്ത് എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നും ഈ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. കാരണം ഇതേപോലെയുള്ള കൃത്രിമങ്ങൾ
സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, വക്ര താല്പര്യങ്ങൾക്ക് വേണ്ടി ചില മുസ്ലിം പണ്ഡിതന്മാരിൽ ഇപ്പോഴും കാണാറുണ്ട് എന്നാണ് പറയുന്നത്. അവർ ഖുറാന്റെ അക്ഷരങ്ങളോ പദങ്ങളോ മാറ്റിമറിക്കൂല. കാരണം അതെന്തായാലും കഴിയൂല അല്ലേ. ഈ യഹൂദികൾക്ക് ബൈബിളും പിന്നെ ഇഞ്ചിയിലെല്ലാം മാറ്റിമറിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അവർക്ക് കഴിയും. പക്ഷെ ഖുർആനിന്റെ കാര്യത്തിൽ ആ കാര്യം നടക്കൂല അല്ലേ. അതിൻ്റെ വാക്കുകൾക്കോ അക്ഷരങ്ങൾക്കോ മാറ്റം വരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കാൻ ഒരു മുസ്ലിമിനും കഴിയൂല. പക്ഷേ ഖുർആൻ അർത്ഥം അറിയാത്ത ആളുകൾ ഉണ്ടാവും അല്ലേ. അത് പിന്നെ എന്താക്കുന്നറിയോ, സ്വന്തം അഭിപ്രായങ്ങൾക്ക് യോജിക്കുന്ന രീതിയിൽ അർത്ഥവ്യാഖ്യാനം കൊടുക്കും. എന്നിട്ട് ഖുർആനിന്റെ പ്രസ്താവനകളായിട്ട് അത് സമർത്ഥിക്കും. ശരിക്കും ഇത് വേദക്കാരുടെ ഒരു അഴിമതിയാണ് അന്ന് നടന്നിട്ടുണ്ടെങ്കിൽ ഇന്നും ഇതുപോലെയുള്ള സ്വന്തം വ്യക്തി താല്പര്യങ്ങൾ അല്ലെങ്കിൽ ചില സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അത് മാത്രമല്ല അതല്ലെങ്കിൽ തുച്ഛമായ ചില വരുമാനങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യലാഭത്തിന് വേണ്ടിയിട്ട് ഇതിനെ അള്ളാന്റെ അടുത്ത് നിന്നുള്ളതാണ്, ഇത് അള്ള പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ട് ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം. ശരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കണേ. പിന്നെ യൂട്യൂബിൽ പിന്നെ മാഷാ അല്ലാ നമ്മളൊന്നും ഇപ്പോൾ അങ്ങനത്തൊന്നും കണ്ടാൽ എന്താണെന്ന് വരെ നോക്കാൻ നമ്മൾ പോകൂല. പക്ഷെ ചില സാധാരണക്കാർ അല്ലെങ്കിൽ അറിവില്ലാത്ത ചില ആൾക്കാർ അവരെന്താക്കുന്നറിയോ, ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ അതിൻ്റെ താഴെ ഉണ്ടായതാണ്, നിങ്ങൾക്ക് അടുത്ത വർഷം എന്തായാലും നിങ്ങൾക്ക് മക്കയിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കാനുള്ള അവസരം ഈ 3 സൂറത്തുകൾ നിങ്ങൾ പതിവാക്കുക. ഇങ്ങനെയെല്ലാം കണ്ടാൽ ആരാ അതൊന്നും നോക്കാണ്ടിരിക്കാനല്ലേ. അത് ഏതോളി സൂറത്ത്, അതെന്തായാലും ഓതാ. നിങ്ങൾക്ക് എത്ര പൈസ ഇല്ലെങ്കിലും പ്രശ്നമാക്കണ്ട, എത്ര പൈസ ഇല്ലെങ്കിലും നിങ്ങൾക്ക് കഴിവില്ലെങ്കിലും നിങ്ങൾ പ്രശ്നമാക്കണ്ട, ഈ 3 സൂറത്തുകൾ പതിവാക്കിക്കൊള്ളുക എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോ സൂറത്തിന്റെ മഹത്വം കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർ വിചാരിക്കും ആ ശരിയായിരിക്കും അല്ലേ, ഒരു ഉസ്താദല്ലേ പറയുന്നു, നല്ല താടിയും തൊപ്പിയെല്ലാം വെച്ച ഉസ്താദുമാരെല്ലാം ഇതെല്ലാം പറയുന്നു, അപ്പൊ അത് ശരി തന്നെ ആയിരിക്കും, എന്താ ഖുറാനിൽ സൂറത്ത് ഓതാനല്ലേ, വേറൊന്നും അല്ലല്ലോ, ഇങ്ങനല്ലേ നമ്മൾ ചിന്തിക്കുക. നമ്മളല്ല സാധാരണക്കാർ അല്ലെങ്കിൽ അറിവില്ലാത്ത ആൾക്കാർ വിചാരിക്കും ഇത് സൂറത്തല്ലേ ഓതാൻ പറഞ്ഞത്, അതിനെന്താ ഇപ്പൊ ഒരു കുഴപ്പമില്ലേ, അതും വിശ്വസിച്ച് അങ്ങനെ ഓതിയിരിക്കുന്നുണ്ടാവും. സത്യത്തില് അങ്ങനെ പ്രത്യേകം സൂറത്തുകൾക്കൊന്നും അങ്ങനെ ഒരു മഹത്വമൊന്നും നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടില്ല. അള്ളാഹു തആല തന്നെ ചില സൂറത്തുകൾക്ക് മഹത്വം നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് നമുക്ക് അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ഒരുപാട് സൂറത്തുകളും ആയത്തുകളും ഉണ്ട്. പക്ഷെ പരിശുദ്ധ ഖുർആനിൽ ഇന്ന സൂറത്ത് ഓതിയാല് ഗർഭം എളുപ്പമാകാൻ, സുഖപ്രസവമാകാൻ, ഗർഭം ധരിക്കാൻ വേണ്ടിയിട്ട്, വീട് പിന്നെ പണി തീരാൻ വേണ്ടിയിട്ട്, ഇങ്ങനെല്ലാം ഓരോ സൂറത്ത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് മതിയില്ലേ, എന്നാ പിന്നെ സുബ്ഹാനല്ലാഹ്. ശരിക്കും അറിവില്ലാത്ത ആൾക്കാർ, വിവരമില്ലാത്ത ആൾക്കാരെ ഇങ്ങനെ പലതും പറഞ്ഞ ആൾക്കാർ പറ്റിക്കല്ലേ എന്നല്ലേ. നമ്മൾ വിചാരിക്കും അതെല്ലാം ആരാ കാണുന്ന കേൾക്കുന്നില്ല, പക്ഷെ അതെല്ലാം ഇപ്പം വിശ്വസിക്കുന്ന ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പിന്നെ എങ്ങനെയാണെന്നറിയോ, എനിക്കൊരു രമണി ചേച്ചിയുണ്ട്, മറിയം എന്നവര്, അവര് ഇസ്ലാമിലേക്ക് വന്നതാ, സൗദിയിലുള്ളതാണ്. പിന്നെ അവരെടുക്ക് എനിക്ക് മെസ്സേജ് ഇങ്ങനെ അയക്കും, പാവം മാഷാ അല്ലാ. അവര് കുറെ കാലം സൗദിയിൽ ഇങ്ങനെ ഒരു ജോലി ചെയ്ത് അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഹിദായത്ത്, അള്ളാഹിന്റെ ഹിദായത്ത് കിട്ടി ഇസ്ലാമിലേക്ക് വന്നതാണ്. കുറേ സംശയങ്ങൾ ചോദിക്കും. അപ്പോൾ ഓറില്ലേ ഈ യൂട്യൂബിൽ ഇങ്ങനത്തെ ഓരോന്ന് കാണും, എന്നിട്ട് അതിൻ്റെ എല്ലാം പറ്റിയിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും. ഞാൻ പറയും നിങ്ങളെങ്ങനെ ഇങ്ങനത്തെ ഒന്നും കാണാനും കേൾക്കാനും പോകണ്ട, അല്ലാതെ തന്നെ ഉണ്ട് നല്ലതല്ല അല്ലാതെ അത് ഒരു ഉസ്താദല്ലേ പറയുന്നത് എന്ന രീതിയിലാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ അത്ര ആൾക്കാരുണ്ടാവും ഞാൻ വിചാരിക്കലുണ്ട്. അള്ളാഹു എല്ലാവർക്കും സത്യമായത് ശരിയായത് കാണാനും കേൾക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. നമ്മളിലുള്ള ആൾക്കാർ പോലും ചിലപ്പോൾ ഇങ്ങനത്തെ ഓരോന്ന് കാണുമ്പോൾ പോയി നോക്കുന്നുണ്ടാകും. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ടൈറ്റിൽ കണ്ടാലില്ലേ അതെന്താണെന്ന് തന്നെ നോക്കാൻ പോകണ്ട, നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് പോലും അങ്ങനത്തെ ആ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കേ ചെയ്യണ്ട. കാരണം നമുക്കത് ശരിയാണെന്ന് ഉറപ്പുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ സംശയമുള്ള ഇങ്ങനത്തെ വിഷയങ്ങളിലേക്ക് നമ്മൾ എന്താക്കണ്ട, തിരിയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതന്നെ എന്താ പറയുക, ഇത് അള്ളാന്റെ അടുത്ത് നിന്നുള്ളതാണ്, ഇത് അള്ളാന്റെതാണ് ഉള്ള രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ആൾക്കാർ. പിന്നെ ഇപ്പോൾ ചില തങ്ങന്മാരുടെ അടുത്തെല്ലാം ആൾക്കാർ പോകുന്നില്ലേ, പോകാൻ പാടില്ല, പക്ഷെ ചില ആൾക്കാർക്ക് ഭയങ്കര വിശ്വാസമാണ്. എന്നിട്ട് പോയാൽ എന്താ പറയുക, നമ്മൾ അള്ളാഹിനോട് തന്നെ പ്രാർത്ഥിക്കുന്നുള്ളൂ. അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന അവരും അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ തന്നെ പറയുന്നത്. പിന്നെ അവര്
എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കുറേ സൂറത്തുകൾ ഇതുപോലെ പിന്നെ തങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ബസ് കയറുന്നതിന് മുമ്പായിട്ട് എത്ര സൂറത്തുകൾ ഓതി തീർക്കുക, ഇത്ര സ്വലാത്ത് ചൊല്ലിയിട്ട് പിന്നെ 5 വീടുകളിൽ കയറിയിട്ട് വെള്ളം കുടിക്കുക, പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക. ശരിക്കും ഒരു പെണ്ണുങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഇത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിച്ച് പോകും. കാരണം എന്താ, ഖുർആൻ ആയത്തല്ലേ ഓതാൻ പറയുന്നത്, കുറെ സ്വലാത്തും ദിക്റല്ലേ, ചെല്ലിക്കോ, സ്വലാത്ത് ചൊല്ലിക്കോ, ഖുർആൻ ഓദിക്കോ, എല്ലാത്തിനും ശ്രേഷ്ഠതയും മഹത്വം എല്ലാം ഉണ്ട്. പക്ഷെ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്നതിന് വേണ്ടി നട്ട് ഇങ്ങനെ ഒരു കള്ളാസിൽ ചുരുട്ടിയിട്ട് എഴുതി കൊടുക്കാല്ലേ, അത് പിന്നെ വെള്ളത്തിലിട ഊതാ എന്നിട്ട് കുടിക്കുക, ഇങ്ങനെ എന്തെല്ലോ ചെയ്യുമ്പോഴാണ് അത് എന്താകുന്നത്, തെറ്റാകുന്നത്. തെറ്റായ രീതിയിൽ ഇതിനെ എന്താക്കാൻ പാടില്ല, ഒരിക്കലും നമ്മൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല. ഖുർആൻ എന്ന് പറയുന്നത് സമാധാനാണ്, ഷിഫയാണ്, എല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഖുർആൻ ശരിക്കും ഷിഫ തന്നെയാണ്, ഷിഫ ലിമാ ഫി സുദൂറാണ് അല്ലേ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബാണ്. നമുക്ക് എന്തിനും ഏതിനും പരിഹാരം ഖുർആനിൽ ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷെ അത് ഈ പറഞ്ഞ രീതിയിൽ അല്ലെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് പാടില്ല. നമുക്കത് ചികിത്സയായിട്ട് ഉപയോഗിച്ചൂടെ, ചെയ്യാം, സ്വന്തമായിട്ട് തന്നെ നമുക്ക് ചെയ്തുകൂടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് കാണിച്ചു തന്നിട്ടില്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ, ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ഇത്തരത്തിലുള്ള എന്താ പറയാ, തെറ്റായ രീതിയിലുള്ള അതിന്റെ ഉപയോഗം അത് പാടില്ല. അത് ഈ പറഞ്ഞ രീതിയിലുള്ള, ഇപ്പൊ യഹൂദികള് അന്ന് ജൂതന്മാർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് മുസ്ലിങ്ങളിൽ പെട്ട തന്നെ ചില വിഭാഗം ആൾക്കാർ ഈ രൂപത്തില് ഖുർആനിലെ ആയത്തുകളെ പിന്നെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇത് ഇന്നതിന് തെളിവാണ് അല്ലെ, ഇത് ഇന്നതിന് തെളിവാണ്, ചില അൽമൻ അർസൽന എന്ന് പറയുന്ന ആയത്തുകൾ നബിനെ വിളിച്ച് ദുആ ചെയ്യാനുള്ള തെളിവായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഒരിക്കൽ കുറെ മുമ്പ് ഒരു ക്ലാസ് കേട്ടതാണ്, സൂറത്ത് ആല ഇമ്രാനിലെ ഒരു ആയത്തില്ലേ, നമ്മളിപ്പോൾ പഠിക്കുന്ന സൂറത്തിൽ തന്നെ സുബ്ഹാനല്ലാഹ് ഒരു ആയത്തുണ്ട്, സ്വർഗാവകാശികളുടെ പിന്നെ ഗുണങ്ങൾ കുറേ പറയുമ്പോൾ അവര് പിന്നെ അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫിസ്സറാഇ വദ്ദറാഇ പറയുന്നുണ്ട്. അതായത് അവർ അവരുടെ ധനം പിന്നെ അവർ സന്തോഷാവസ്ഥയിലും പ്രയാസമുള്ളപ്പോഴും ചെലവഴിക്കുന്നവരാണ് അവർ. എന്നിട്ട് പിന്നെ അത് നബിദിനത്തിന് പിന്നെ ഭക്ഷണം കൊടുക്കുന്നതിനുള്ള തെളിവാണ്. പിന്നെ സങ്കടാവസ്ഥയിൽ ചെലവഴിച്ചേക്കുന്ന വെച്ചാൽ മരിച്ചു കഴിഞ്ഞാല് പിന്നെ കണ്ണൂക്കേൻ്റെ അന്നും 40 അന്നെല്ലാം ഭക്ഷണം കൊടുക്കുന്നില്ല, അതിൻ്റെ തെളിവാണെന്നെല്ലാം ദുർവ്യാഖ്യാനം. അത് ഇങ്ങനെയുള്ള ഖുറാനിലെ ആയത്തുണ്ട്, അതിന്റെ അർത്ഥം ഇട്ട് പറഞ്ഞു കൊടുക്കൂ. അന്നേരം സാധാരണക്കാർ വിചാരിക്കും ശരിയാന്നല്ല അല്ലേ, ഖുറാനിലെ ആയത്തല്ലേ പറയുന്നത്, ഖുറാനിലുള്ള കാര്യമല്ലേ പറയുന്നത്, പിന്നെ എന്തായാലും തെറ്റി വരാനുള്ളല്ലേ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ പിന്നെ മനുഷ്യന്മാരെ വഴിപിഴപ്പിക്കുന്ന മനുഷ്യന്മാരനെ മനുഷ്യ പിശാചുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, നേരായ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ, നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരും നന്മയിലാകണം, എല്ലാവരും സ്വർഗാവകാശികളാകണം, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, സൂറത്തുൽ ബഖറയിൽ ഇതുപോലത്തെ സെയിം ആയത്ത് നമ്പർ ഏകദേശം സാമ്യത ഉണ്ട്. 79ാമത്തെ ആയത്തിൽ തന്നെ, നമ്മളിപ്പോൾ 78 79 അല്ലേ പഠിക്കുന്നത്, അവിടെയും വരുന്നുണ്ട് അല്ലേ. പിന്നെ ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹി ലിയശ്തറൂ ബിഹി തമനൻ ഖലീല ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. അവർ പറയുന്ന അല്ലെ, അവരെ കുറിച്ചാണ് പറയുന്നത്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതുന്ന ആൾക്കാർക്ക് നാശം അല്ലെ. സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ, അവർ പിന്നെ പറയുന്നത് ഇത് അള്ളാഹിന്റെ അടുത്ത് നിന്നുള്ളതാണ്. ലിയശ്തറൂ ബിഹി സമനൻ ഖലീല, തുച്ഛമായ വിലക്ക് അത് വിൽക്കുന്ന ആൾക്കാർ എന്ന് അല്ലാഹു തആല പറയുന്നത്. ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം, അവർ കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയത് നാശം അല്ലേ. വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ, അതിലൂടെ അവർ സമ്പാദിച്ചതും എല്ലാം എന്താണ്, എല്ലാം നാശം, എല്ലാം നശിച്ച് പോകുന്നതാണ്. അപ്പോൾ എന്നിട്ട് അവർ പറയുന്നത് വഖാലു ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമൻ മഅദൂദ, നരകം വളരെ എണ്ണപ്പെട്ട ചില ദിവസങ്ങളല്ലാതെ ഞങ്ങളെ സ്പർശിക്കൂല എന്ന് പറയും. അപ്പോൾ അല്ലാഹു തആല അവരോട് ചോദിക്കുന്നുണ്ട് അല്ലേ, ഖുൽ അത്തഖസ്തും ഇൻദല്ലാഹി അഹദൻ, നിങ്ങൾ അല്ലാഹുവിന്റെ അടുത്ത് വല്ല കരാറും വാങ്ങിയിട്ടുണ്ടോ? ഫലൻ യുഖ്ലിഫല്ലാഹു അഹദ, എന്നാൽ അള്ളാഹു ഒരിക്കലും അവന്റെ കരാർ ലംഘിക്കൂല. എന്നാൽ അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത നിങ്ങൾ അള്ളാഹിന്റെ പേരിൽ പറയുന്നതാണ് അല്ലേ. ബലാ മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതീഅതുഹു ഫഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. തിന്മ സമ്പാദിച്ച ആളുകൾ അല്ലെ,
തിന്മയിൽ ഇങ്ങനെ വലയം ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഫഉലൈക അസ്ഹാബുൻ നാർ. ആമിനാത്താന്റെ ക്ലിയർ ഇല്ല ആമിനാത്ത. ഈ ബക്കറയില് ഇവിടെ അല്ലാഹു തആല എന്താ പറയുന്നത്? തിന്മ സമ്പാദിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെ, തിന്മയിലായിക്കൊണ്ട് കഴിയുന്ന അവർ തിന്മയാണ് സമ്പാദിക്കുന്നത്, ചീത്തയായ കാര്യമാണ് അവർ സമ്പാദിക്കുന്നത്. അവർ ഉലൈക അസ്ഹാബുൻ നാർ, അവർ നരകാവകാശികളായിരിക്കും. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ സ്ഥിരവാസികളായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ വല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്തവർ, ഉലൈക അസ്ഹാബുൽ ജന്ന, അക്കൂട്ടർ തന്നെയാകുന്നു സ്വർഗാവകാശികൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ സ്ഥിരവാസികളായിരിക്കും. രണ്ടും ഹും ഫീഹാ ഖാലിദൂൻ ആണ്. പക്ഷെ ഒന്ന് സ്വർഗം, ഒന്ന് നരകം എന്നേ ഉള്ളൂ. അള്ളാഹു സ്വർഗാവകാശികളിൽ, സ്വർഗക്കാരിൽ അള്ളാഹു നമ്മളെയും നമ്മളെ കുടുംബങ്ങളെയും എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പം വേദക്കാരുടെ അഴിമതിയെ കുറിച്ചാണ് അള്ളാഹു തആല നമുക്ക് ഈ ഒരു ആയത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അവര് പറയും എന്ത്, ഇത് അള്ളാഹിന്റെ അടുത്ത് നിന്നുള്ളതാന്ന് അവർ പറയും. എന്നാൽ ഇത് അവരുടെ സ്വന്തം കരങ്ങളാൽ എഴുതി ഉണ്ടാക്കിയിട്ട് അള്ളാഹിന്റെ അടുത്ത് നിന്നുള്ളതാണെന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കാണ്, ആൾക്കാർ വഞ്ചിക്കാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ മുമ്പൊക്കെ ഒരു സലാത്ത് കിതാബ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഓതുന്ന ഒരു ഇതുണ്ടല്ലോ, ഇപ്പോഴും ചെയ്യുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല. മുമ്പെല്ലാം നമ്മൾ ഉമ്മാൻ്റെ കയ്യിലെല്ലാം സത്യത്തിൽ അതിൽ കുറേ നല്ല കാര്യങ്ങളുണ്ട്, കുറേ നല്ല ദുആകളും സ്വലാത്തും ദിക്റും നമ്മളിപ്പോൾ ഈ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ എന്ന് പറയുന്ന പുസ്തകങ്ങളെ പോലെ നല്ല നല്ല ഓരോ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളുള്ള കിതാബെല്ലാം ഉണ്ട്. അതിൽ നല്ല തന്നെയാണ്. അത് അറബി മലയാളത്തിൽ നിന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ഞാനത് നോക്കിയിട്ടുണ്ടായി. അതിലെല്ലാം ഈ നല്ല നല്ല ഓരോ സമയത്തും നമുക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, അതൊക്കെ കുഴപ്പമില്ല. പക്ഷേ ചില ആൾക്കാർ ഇങ്ങനെ ചൊല്ലുന്നുണ്ടാവും, അത് ഖുർആനെക്കാട്ടി എന്ന് പറഞ്ഞ പോലെ ആൾക്കാർ പ്രാധാന്യം കൊടുത്തിട്ട് അതിന് സമയം കൊടുത്തിട്ട് കൂടുതൽ സമയം അതിനു വേണ്ടി ചെലവഴിക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും അതിൽ തെറ്റില്ലെങ്കിലും കൂടി നമ്മൾ ഖുർആനിനെ മാറ്റി നിർത്തിക്കൊണ്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അത് തെറ്റാവും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലിയാലും ഓതിയാലും വായിച്ചാലും എല്ലാം പ്രതിഫലം കിട്ടുന്ന ഒരേ ഒരു ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ് അല്ലേ. അതിൻ്റെ ഓരോ ഹർഫിനും 10ഉം 100ഉം 700ഉം ഒക്കെ ഇരട്ടി പ്രതിഫലം അല്ലാഹു തആല തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും ശ്രേഷ്ഠതയുള്ള ഗ്രന്ഥം അത് ഖുർആൻ മാത്രമാണ്. ആ ഖുർആനിൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊന്ന് അല്ലേ, ഈ ഖുർആനിന് അവിടെ ഖുർആൻ ഓതുന്നുണ്ടാവും, പക്ഷെ അതിനെക്കാട്ടും പ്രാധാന്യം പോലെ ഈ മറ്റേ കിതാബുകൾ ഇങ്ങനെ ഓതുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാടുകളിൽ പണ്ട് കാലത്തുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഇന്നിപ്പോൾ അതെല്ലാം ഒരുപാട് മാറ്റം നിർത്തപ്പെട്ടു അൽഹംദുലില്ലാ. കാരണം ആൾക്കാർ പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി തുടങ്ങി. അതുകൊണ്ട് തന്നെ അത്തരം ഗ്രന്ഥങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി അൽഹംദുലില്ലാ. അപ്പം അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. ഈ രൂപത്തിൽ ഖുർആനിനെ അത് കാണുമ്പോൾ ഇല്ലേ ഖുർആനിലെ ആയത്ത് പോലെ ഉണ്ടാവും. നോക്കുമ്പോൾ ഒരു ഖുർആന്റെ അക്ഷരങ്ങൾ പോലെ തന്നെ തോന്നും. ഔദും ബിസ്മിയും ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഓരോ സൂറത്തും കൊടുത്തിട്ടുണ്ടാവും. കുറേ അറബിയിലുള്ള ദുആകളെല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അള്ളാഹിനോട് ചോദിക്കുന്നുണ്ടാവും, വലികൾ ചോദിക്കുന്നതുണ്ടാവും, എല്ലാം ഉണ്ടാവും. എല്ലാം കൂടി മിക്സഡാണ്. അപ്പോൾ എന്താ കണ്ടത്? അത് ഒഴിവാക്കേ വേണ്ടത്. കാരണം എന്താ അറിയോ, നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായി ഖുർആൻ ഉണ്ടാകും. എന്തിനാ അതുപോലെ സാമ്യതയുള്ള മറ്റ് കിതാബുകൾ നമ്മൾ ഓതിയിട്ട് വെറുതെ നമ്മളെ സമയം പാഴാക്കുന്നത്? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ടു നിൽക്കുക. ഖുർആൻ ഓതണം. നമ്മളിപ്പോൾ ദുആ ചെയ്യേണ്ട സമയത്ത് ദുആ ചെയ്യണം അല്ലേ. അപ്പം ദുആകൾക്ക് വേണ്ടിയിട്ട് അത്തരം ഗ്രന്ഥങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ അതിലേതാ ശരി ഏതാ തെറ്റ് നമുക്ക് അറിയാത്ത സ്ഥിതിക്ക് അങ്ങനെയുള്ളത് എന്താക്കിയാൽ മതി, ഒഴിവാക്കുന്നത് നല്ലത്. ഇപ്പോൾ അലമുസ്വലാത്ത്, കഞ്ചുൽ അർസ് എന്നെല്ലാം പറഞ്ഞിട്ട് പണ്ട് കാണലുണ്ട്. ശരിക്കും പറഞ്ഞാലില്ലേ അതിലെല്ലാം നല്ല നല്ല ദിക്റുകളും ദുആകളിലും എല്ലാം സ്വഹിയായി വന്നത് തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും എന്തുണ്ടാവും, കുറച്ച് കൂട്ടിച്ചേർക്കലുണ്ടാവും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനത്തെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനത്തെ ആരെങ്കിലും ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ മാറ്റി നിർത്തിയിട്ട് ആ സ്ഥാനത്തേക്ക് നമ്മളെ ഖുർആനെ തന്നെ നല്ലോണം കൊണ്ടുവരാം. കാരണം ഖുർആൻ എത്രത്തോളം നമ്മൾ പാരായണം ചെയ്താലും അതിനെ പഠിച്ചാലും അത് മനഃപ്പാഠമാക്കിയാലും അതിൻ്റെ അർത്ഥം അറിഞ്ഞാലും എല്ലാം പ്രതിഫലം. അതിൽ നമുക്കൊരു സംശയത്തിന് ഇടയും ഇല്ല, അതിലൊരു നഷ്ടം വരാനും ഇല്ല. അപ്പോൾ അതിൽ തന്നെ നമ്മൾ എന്താക്കുക, കൂടുതൽ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇന്നലെ എങ്ങാനും ഒരു ഇങ്ങനെ സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു, ഖുർആൻ ഓതുന്നത് പിന്നെ സുബൈക്ക് തഹജുദിന്റെ സമയത്ത് ഖുർആൻ ഓതുന്നതാണോ നല്ലത്, സുബൈക്ക് ശേഷം ഓതുന്നതാണോ നല്ലത്? അപ്പോൾ ഞാനിങ്ങനെ പറയണം വിചാരിച്ചിനി, ആ ചോദിച്ചാലും ഇവിടെ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ നമ്മൾ ഖുർആനിന്റെ പാരായണം അപ്പം മുന്തസ്ത പറയുന്നുണ്ടായിരുന്നു ഏറ്റവും ശ്രേഷ്ഠത നമസ്കാരത്തിൽ തന്നെയാണ്. അത് ഏറ്റവും നമ്മളെ ഖുർആന്റെ പാരായണം ഏറ്റവും ശ്രേഷ്ഠത നമസ്കാരത്തിൽ തന്നെയാണ്. കഴിയുന്നത്ര പാരായണം നമ്മൾ നമസ്കാരത്തിൽ തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. നമ്മൾ ഹിഫ്ള് ചെയ്യുന്നവരാണെങ്കിൽ ഹിഫ്ള് നിലനിർത്താൻ തന്നെ ഏറ്റവും നല്ലൊരു ഉപാധിയാണ് പഠിച്ച ഖുർആനിനെ നമസ്കാരത്തിൽ പാരായണം ചെയ്യുക എന്നുള്ളത്. അതൊരു പതിവാക്കി നിങ്ങൾ കൊണ്ടുവരണം. ഇപ്പം നമ്മൾ സൂറത്തുൽ ഫാത്തിഹയും ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ നമ്മൾ നല്ലപോലെ ഓതുന്നില്ലേ, അതേപോലെ സൂറത്തുൽ ബഖറയും ആല ഇമ്രാനും ഒക്കെ നമ്മൾ എന്താക്കുക, നമ്മളെ നമസ്കാരങ്ങളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതൊരു പതിവായി കൊണ്ടുവരാം. കുറച്ച് നാൾ ഏതെങ്കിലും ഒരു ഭാഗം തന്നെ കണ്ടിന്യൂസ് ഒരു 5-6 പേജ് എടുത്തിട്ട് അത് തന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ശീലാക്കി കഴിഞ്ഞാലില്ലേ പിന്നെ അത് നല്ലോണം തറായിക്കോളും. പിന്നെ അടുത്ത ഭാഗം എടുക്കുക, അങ്ങനെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു മാസത്തിനിടക്ക് നമ്മൾ പഠിച്ച ഭാഗങ്ങൾ മുഴുവനും നമസ്കാരത്തിൽ ഓതി ഒരു ചാലുവാക്കുന്ന രീതിയിലൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ആ വിഷയത്തിലൊക്കെ ടൈം ടേബിൾ സെറ്റ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ സാധാരണയായിട്ട് ഖുർആൻ ഓതുമ്പോൾ ഇപ്പോൾ തഹജുദിൻ്റെ ആ സമയത്ത് ഖുർആൻ പാരായണത്തിന് ശ്രേഷ്ഠത ഉണ്ട്. ഫജറിൻ്റെ സമയത്ത്, ഫജറിൻ്റെ തൊട്ട് മുമ്പുള്ള ആ സമയങ്ങളിലൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പ്രാർത്ഥനയ്ക്കും വളരെ ശ്രേഷ്ഠമായ സമയമാണ്. പ്രാർത്ഥനയ്ക്കും ഖുർആൻ പാരായണത്തിനും ഒക്കെ സമയം ഉണ്ടെങ്കിൽ രണ്ടിനും അവിടെ സമയം കണ്ടെത്താം. പിന്നെ സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നവരെയുള്ള ആ സമയം എന്നുള്ളത് ദിക്റുകൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ദിക്റുകൾക്കാണ് അവിടെ ശ്രേഷ്ഠത ഖുർആൻ പാരായണത്തെക്കാൾ. അപ്പോൾ സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നവരെയുള്ള ആ സമയങ്ങളിൽ ദിക്റുകൾ തന്നെ ധാരാളമായി ചെയ്യാം, ദിക്റും ദുആകളും ചെയ്യാം. ഖുർആൻ ഓതുന്നവർ തഹജുദിൻ്റെ സമയത്ത് തഹജുദ് നമസ്കാരത്തിൽ തന്നെ പറ്റുന്നത്ര കൂടുതലായിട്ട് ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കുക. അതുപോലെ ഖുർആൻ ഓതലും ദുആകളും ഒക്കെ ആ സമയത്ത് ചെയ്യാം. പിന്നെ സുബഹിക്ക് ശേഷമുള്ള ആ സമയം എന്ന് പറയുന്നത് ദിക്റുകൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠത. അതുപോലെ തന്നെയാണ് അസറിന് മുമ്പ് മഗ്‌രിബിന് മുമ്പുള്ള ആ ഒരു കുറഞ്ഞ സമയം, അസറിന് ശേഷമുള്ള മഗ്‌രിബോടടുത്ത ആ ഒരു സമയങ്ങളിൽ ദിക്റുകൾക്കാണ് അവിടെ എന്തുള്ളത്, കൂടുതൽ ശ്രേഷ്ഠത ഉള്ളത്. പിന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് സമയം ഉണ്ടാവില്ലേ, ആ സമയത്ത് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠത എന്തിനാണെന്നറിയോ? എന്തിനായിരിക്കും? മാഷാ അല്ലാ, പ്രാർത്ഥന. അവിടെ പ്രാർത്ഥനക്കാണ് കൂടുതൽ സ്വീകാര്യത. അപ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഖുർആൻ ഓതാൻ നിൽക്കണ്ട. ബാങ്ക് കൊടുത്താൽ പിന്നെ നമ്മൾ എന്താക്കിയാൽ മതി, നിസ്കരിക്കാൻ തുടങ്ങുന്നവരെയുള്ള സമയം നമ്മളിപ്പോൾ പള്ളിയിലെല്ലാം ചെല്ലുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ബാങ്ക് കൊടുത്ത് നിസ്കാരം തുടങ്ങാൻ കുറച്ച് സമയം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ മുസാഫിറത്ത് ഓതുന്നതിനേക്കാളും ആ സമയത്ത് നമ്മൾ ദുആ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അവിടെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും സ്വീകാര്യത ഉണ്ട് എന്ന് പറഞ്ഞ സമയമാണ്. അപ്പം അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ എന്താക്കുക, ഉപയോഗപ്പെടുത്താം. ഓരോന്നിനും ഓരോരോ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടല്ലോ, അതിനനുസരിച്ച്. ഇനി ആ സമയത്ത് ഖുർആൻ ഓതിയെന്ന് വെച്ചിട്ട് തെറ്റൊന്നുമല്ല കേട്ടോ, ഖുർആൻ ഓദിക്കോ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ദുആ ചെയ്യാനുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് ഇല്ലേ, ചോദിച്ചാലും തീരാത്തത്ര ചോദിക്കാനുണ്ട്. പിന്നെ അങ്ങനെയുള്ള സമയം കിട്ടുന്ന സമയത്തെല്ലാം എന്താക്കുക, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാഹു എല്ലാ സമയങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകട്ടെ, ആമീൻ. അപ്പോൾ പിന്നെ നമസ്കാരം സുന്നത്തല്ലേ? ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കുന്നതിന് മുമ്പ്, അതായത് ഫർള് നിസ്കാരത്തിന് മുമ്പായിട്ട് സുന്നത്തായ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ട് കേട്ടോ. അത് പിന്നെ നല്ലത് തന്നെയാണ്. ഓക്കെ, എന്നിട്ടും സമയം ഉണ്ടെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. ദുആകൾക്ക് സമയം കണ്ടെത്തണം. ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിൽ സുന്നത്തുണ്ട്. പിന്നെ ഫർള് നിസ്കാരങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള റവാത്തിബ് സുന്നത്തുകളൊക്കെ ഉണ്ടല്ലോ, എല്ലാം കൃത്യമായിട്ട് തന്നെ നിർവഹിക്കാൻ, അതൊരു നമ്മളെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി എല്ലാവരും കൊണ്ടുവരാൻ എല്ലാവരും പരിശ്രമിക്കുക. അതുപോലെ ആദ്യ സമയത്ത് തന്നെ നിസ്കാരം നിർവഹിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതൊക്കെ എല്ലാവരും സൂക്ഷിക്കുന്നുണ്ടാവും അറിയാം, എന്നാലും ഒരു ഉണർത്തൽ നല്ലതാണല്ലോ. നല്ല നല്ല തീരുമാനങ്ങൾ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുക, അതിനെ നന്നാക്കിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ഈമാൻ എന്ന് പറയുന്നത് ഈമാൻ കുറയുകയും ചെയ്യും കൂടുകയും ചെയ്യും എന്ന് പറയുന്നുണ്ടല്ലോ. ഇതിങ്ങനെ ലോ ആയിട്ട് പോകുമെന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മളിങ്ങനെ പുതിയ നല്ല നല്ല തീരുമാനങ്ങളെ പുതുക്കിക്കൊണ്ടുവരണം. നമ്മളിപ്പോൾ ആദ്യമേ കേൾക്കുകയും അറിയുകയും ചെയ്ത കാര്യങ്ങളായിരിക്കും ഇതെല്ലാം. പക്ഷെ ചിലതൊക്കെ നമ്മൾ അറിയാതെ നമ്മളിൽ നിന്നുണ്ടാകും, ഒഴിഞ്ഞു മാറി പോകുന്നുണ്ടാവും. അപ്പോൾ അതിനെന്താക്കണം, വീണ്ടും വീണ്ടും ചേർത്ത് കൂട്ടിപ്പിടിച്ച് നിർത്തണം. നന്മകളെല്ലാം നമ്മൾ എന്താക്കണം, ചേർത്ത് നിർത്തുക, തിന്മകളെല്ലാം അകറ്റി നിർത്തുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ.
അപ്പൊ നമ്മൾ ഈ ആയത്ത് ഒന്നും കൂടി നമുക്ക് പറഞ്ഞിട്ട് അടുത്ത ആയത്തിലേക്ക് പോകാം. ഇവിടെ വിഷയം എന്താ വെച്ചാല്, വേദഗ്രന്ഥത്തിലെ വാചകശൈലികളെ വളച്ചൊടിക്കുന്ന ചിലർ അവരുടെ കൂട്ടത്തിലുണ്ട്. അവര് വേദഗ്രന്ഥത്തിൽ പെട്ടതാണെന്ന് നിങ്ങൾ വിചാരിക്കാൻ വേണ്ടിയിട്ട് അവര് വേദഗ്രന്ഥത്തിലുള്ളതാണെന്ന് പറയൂ അല്ലേ. പക്ഷേ അതെന്തല്ല, ഒരിക്കലും അത് കിതാബിലുള്ളതല്ല. അത് അവര് പറയുന്നത് മാത്രം. അള്ളാന്റെ പക്കലുള്ളതാന്ന് അവർ പറയും, എന്നാൽ അത് അള്ളാന്റെ അടുത്ത് നിന്നുള്ളതല്ല. അറിഞ്ഞുകൊണ്ട് അവരെന്താക്കുകയാണ്, അള്ളാന്റെ പേരിൽ കള്ളം പറയുകയാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ ഇന്നും ഉണ്ട്. നമ്മൾ അവരുടെ വഞ്ചനയിൽ പെട്ടുപോകരുത്, അവരുടെ ചതിയിൽ പെട്ടുപോകരുത്. നമ്മൾ അറിയുക, മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെയും അതിൻ്റെ പിന്നാലെ തന്നെ പോകുന്ന ആ ഒരു രീതി നമ്മൾ മാറണം. നമുക്ക് മാറ്റാൻ അള്ളാഹു അവസരങ്ങൾ ഒരുപാട് തരുന്നുണ്ട്. അപ്പം നമ്മൾ മാറണം. നമ്മൾ പിന്നെയും അതിൽ തന്നെ ഒരു പെട്ടുപോകുന്നൊരവസ്ഥ ആകാൻ പാടില്ല. ഇങ്ങനെ ചില ആൾക്കാർക്ക് ശീലം ഉണ്ടാവുമല്ലോ, ശീലിച്ചു പോയതാ. അപ്പം നല്ല ശീലങ്ങളെ നമ്മൾ കൊണ്ടുവരാം. പണ്ടേ ശീലിച്ചു വരുന്നതാണെങ്കിൽ, നല്ലതാണെങ്കിൽ അത് തുടർന്ന് കൊണ്ടുപോകാൻ പരിശ്രമിക്കുക. അത് ഒഴിവാക്കേണ്ടതാണെങ്കിൽ മെല്ലെ അത് നമ്മൾ ഒഴിവാക്കി കൊണ്ടുവരണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ചിലതെല്ലാം നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. പിശാച് അങ്ങനെയാണല്ലോ അല്ലേ. സത്യത്തിൽ പിശാചിന്റെ പ്രവർത്തനങ്ങൾ പറയുമ്പോൾ കുറേ വിധത്തിലുണ്ട്. ആദ്യം കുഫ്ർ ചെയ്യിക്കാൻ നോക്കും, നടക്കൂല. ഷിർക്ക് ചെയ്യിക്കാൻ നോക്കും, നടക്കൂല. ബിദ്അത്ത് ചെയ്യിക്കാൻ നോക്കും, നടക്കൂല. പിന്നെ ഇവനെ കൊണ്ട് എന്ത് തെറ്റാ ചെയ്യിക്കുക? ഒരു തെറ്റും ചെയ്യിക്കാൻ കഴിയുന്നില്ല. കളവ് പറയാൻ നോക്കും, ആൾ പറയിപ്പിക്കാൻ നോക്കും, അത് നടക്കൂല. ഇങ്ങനെ ഒരു തെറ്റും ചെയ്യിക്കാൻ കഴിയുന്നില്ല എന്ന് കാണുമ്പോൾ എന്താ ചെയ്യാന്നറിയോ? അധികം പ്രസക്തമല്ലാത്ത ചില കാര്യങ്ങൾ നല്ല തന്നെ ആയിരിക്കും, അതിൽ വലിയ പ്രതിഫലങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാക്കും. അങ്ങനത്തെ ശുഗലാക്കും എന്ന് പറയും. അതായത് ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ ഞാൻ ചെയ്യുന്ന തെറ്റൊന്നുമല്ലല്ലോ അല്ലേ, ഇതിലിപ്പോൾ എന്താ തെറ്റ് എന്ന രീതിയിൽ തെറ്റല്ല. എന്നാൽ പിന്നെ അത് നല്ലതാണോ? നല്ലതാണോന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ ചില കാര്യങ്ങൾ. അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മളെ വല്ലാണ്ട് വ്യാപൃതാക്കും. അപ്പം വലിയ നല്ല കാര്യങ്ങൾ എന്താകും, അവിടെ ബാക്കിയാകുന്നുണ്ടാവും അല്ലേ. ഏറ്റവും ഉദാഹരണം വെച്ചാൽ ഈ ഖുർആൻ പാരായണം തന്നെ. ഖുർആൻ പാരായണത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വേറെ നല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനേക്കാളെല്ലാം എന്തായാലും ശ്രേഷ്ഠത എന്തിനു തന്നെയാണ്? ഈ ഖുർആൻ പഠനം ഖുർആനിന്റെ പാരായണം, പഠനം, അതിന്റെ മനപ്പാഠമാക്കൽ, ഇതിനൊക്കെ വളരെ ശ്രേഷ്ഠത ഉണ്ട് അല്ലെ. അതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള കിതാബും മറ്റും പിന്നെ നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ നമ്മളെ വലിയ പ്രതിഫലം നേടുന്നതിൽ നിന്ന് നമ്മളെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ അറിയുന്നില്ല, നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ചോർന്നു പോകുന്നത്. നമ്മൾ മെല്ലെ ആയിട്ട് പടിപടിയായിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ അറിയൂല, നമ്മൾ അറിയാതെ പോകുന്നുണ്ടാവും. അപ്പൊ നമ്മൾ സമ്മതിക്കരുത് അല്ലെ, ഒരു തരി പോലും നമ്മളെ അടുത്തുനിന്ന് നമ്മൾ അറിയാതെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരാൻ പാടില്ല. പിന്നെ ഇപ്പം ദുനിയാവിന്റെ പളപളപ്പില് അല്ലെ, ദുനിയാവിലെ ഓരോ കാര്യങ്ങളിലൊക്കെ നമ്മൾ വ്യാപൃതരാകുമ്പോൾ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ഒരു ആത്മവിചിന്തനം നമ്മൾ എപ്പോഴും നടത്തണം. നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത് എന്താണ്? ദുനിയാവിന്റെ തിരക്കുകളിലേക്ക് നമ്മൾ പായുമ്പോൾ നമ്മളിൽ നിന്നും ഇല്ലാതാകുന്നത്, നമ്മളിൽ നിന്ന് പോയി പോകുന്നത് എന്താണ്? ദിക്റ് അല്ലേ, സുന്നത്ത് നമസ്കാരങ്ങൾ, ഖുർആന്റെ പാരായണങ്ങൾ, നല്ല ഇങ്ങനത്തെ ഇൽമിന്റെ സദസ്സുകളൊക്കെ നമുക്ക് എന്താകുന്നു? ദുനിയാവിന്റെ തിരക്കുകൾ വരുമ്പോൾ നഷ്ടപ്പെടുന്നുണ്ട്. ആ നഷ്ടങ്ങൾ വലിയ നഷ്ടമായിട്ട് നമുക്ക് ചെറിയ രൂപത്തിലാണ് ഇപ്പം നഷ്ടപ്പെടുക. പക്ഷെ കുറേ ചെറിയ നഷ്ടങ്ങൾ എന്താകും? അത് വലിയ നഷ്ടമായിട്ട് നമുക്ക് നാളെ അനുഭവപ്പെടും. നാളെ നമുക്കൊരു ഖേദം വരാൻ പാടില്ല. അല്ലോ അല്ലെ, ഞാനത് അന്നേരം നല്ലോണം ചെയ്താൽ മതിയേനും, ഞാനത് നല്ലോണം കേട്ടാൽ മതിയേനും, ഞാൻ കുറേ ഓതിയാൽ മതിയേനും, പഠിച്ചാൽ മതിയേനും, കുറേ ദിക്റ് ചെയ്താൽ മതിയായിരുന്നു എന്നൊന്നും ഒരു നഷ്ടബോധം നമുക്ക് തോന്നിപ്പോകാത്ത രീതിയിൽ നമുക്ക് നമ്മളെ ജീവിതത്തെ സെറ്റ് ചെയ്യാനുള്ള നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളീ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മളെ കൂടെ ചുറ്റിലുമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ, നമ്മളെ കുടുംബാംഗങ്ങളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ഒന്നും ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല, അറിയുന്നുണ്ടാവില്ല. എന്നാലും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അള്ളാഹു എല്ലാവർക്കും ഹിദായത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള നല്ല തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. أعوذ بالله من الشيطان الرجيم. ما كان لبشر أن يؤتيه الله الكتاب والحكم والنبوة ثم يقول للناس كونوا عبادا لي من دون الله
ولكن كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون. എന്താ അല്ലാഹു തആല പറയുന്നറിയോ? മാ കാന ലിബശരി, ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല, ഉണ്ടാകാവതല്ല. എന്ത്? അൻ യുതിയഹുല്ലാഹു, അള്ളാഹു അവന് നൽകി, അൽ കിതാബ വേദഗ്രന്ഥം നൽകിയിട്ട്, വൽ ഹുക്കുമ വൽ ഹുക്കുമ വിജ്ഞാനവും വിജ്ഞാനവും അധികാരവും പിന്നെ നൽകിയിട്ട്, ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത്. വിജ്ഞാനം, വേദഗ്രന്ഥം, നുബൂവത്ത്, പ്രവാചകത്വവും കൊടുത്തിട്ട്, എന്നിട്ട് അവര് പറയുന്നത് സുമ്മ യഖൂല ലിന്നാസി കൂനു ഇബാദല്ലി, എന്നിട്ട് ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്നെ ആരാധിക്കുക, നിങ്ങൾ എൻ്റെ അടിമയാകു, നിങ്ങൾ എൻ്റെ അടിമയായിക്കൊള്ളൂ എന്ന് പറയുന്ന ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല. വലാക്കിൻ കുനു ഇബാദല്ലി മിന്ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ എൻ്റെ അടിമകളായി നിങ്ങൾ ഇരിക്കുവിൻ എന്ന് പറയുന്ന ഒരാളും ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. വലാക്കിൻ പക്ഷേ എങ്കിലും പറയണം അല്ലെ, കൂനു റബ്ബാനിയീൻ, നിങ്ങൾ എന്താകണം? റബ്ബാനികളാകാനാ പറയേണ്ടത്. അല്ലാതെ ഇബാദല്ലി, നിങ്ങൾ എന്നെ ആരാധിക്കുന്നവരാകൂ എന്ന് പറയുന്ന ഒരാളും ഉണ്ടാകാൻ പാടില്ല. എന്തെല്ലാം? അവർക്ക് പിന്നെ അള്ളാഹു വേദഗ്രന്ഥം നൽകി, വിജ്ഞാനം നൽകി, അധികാരം നൽകി, പ്രവാചകത്വം നൽകി, എന്നിട്ടിങ്ങനെ പറയുന്ന ഒരാളും ഉണ്ടാകാൻ പാടില്ല എന്നാ പറയുന്നത്. വലാക്കിൻ കൂനു റബ്ബാനിയീന ബിമാ കുന്തും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുന്തും തദ്റുസൂൻ. എന്താണ്? ബിമാ കുന്തും തുഅല്ലിമൂനൽ കിതാബ്, നിങ്ങൾ വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെ, പഠിപ്പിക്കൊണ്ടിരിക്കുന്നവരായിക്കൊണ്ട്. അതുപോലെ ബിമാ കുന്തും തദ്റുസൂൻ, നിങ്ങൾ പഠിച്ചു കൊണ്ടിരിക്കുന്നവരായിക്കൊണ്ടും. അപ്പം പിന്നെ നിങ്ങൾ വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിലൂടെയും അള്ളാഹുവിൻ്റെ പിന്നെ നിഷ്കളങ്ക ദാസന്മാരായി തീരണം എന്നാണ് പറയേണ്ടത് എന്നാ പറയുന്നത്. ഒരിക്കലും നിങ്ങൾ ഇബാദല്ലി, നിങ്ങൾ എന്നെ ആരാധിക്കുന്നവരാകൂ എന്ന് പറയുന്ന ഒരാളുണ്ടാകാൻ പാടില്ല. ഇവിടെ ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം പിന്നെ അബദ് അല്ലെ, അബദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ ബഹുവചനമാണ് ഇബാദ് എന്ന് പറയുന്നത് അല്ലെ. ഉടമയായ അടിമ എന്ന അർത്ഥത്തിലും അടിയാൻ എന്ന അർത്ഥത്തിലും ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. പിന്നെ ഇവിടെ പിന്നെ ഈ ഒരു ആയത്തിൻ്റെ ഇതെന്താന്ന് പറയുന്നതെന്ന് വെച്ചാൽ, വേദഗ്രന്ഥവും അറിവും പിന്നെ അത് ആ വേദഗ്രന്ഥത്തിലെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള വിധി കൽപ്പിക്കാനുള്ള ആ വിധികർത്തൃത്വവും പ്രവാചകത്വവും ലഭിച്ച ഒരു മനുഷ്യൻ ഒരിക്കലും നിങ്ങൾ എന്നെ ആരാധിക്കുന്ന അടിയാന്മാരായിരിക്കണമെന്ന് ജനങ്ങളോട് പറയാൻ പാടില്ല. അങ്ങനെ സംഭവിക്കൂല. നേരെ മറിച്ച് എന്താണ്? നിങ്ങൾ വേദഗ്രന്ഥം പഠിച്ചറിഞ്ഞും മറ്റുള്ളവരെ ഉപദേശിച്ചും പഠിപ്പിച്ചും അള്ളാഹുവിനെ ആരാധിച്ചും അനുസരിച്ചും കൊണ്ടിരിക്കുന്ന വേദവിജ്ഞാനികളായി തീരണം എന്നേ അവർ പറയുകയുള്ളൂ. അതുപോലെ തന്നെ അല്ലേ, പിന്നെ അവർ ആ രീതിയിലേ അവർ കൽപ്പിക്കൂ. അപ്പം നമ്മളും ആ രീതിയിലാണ് ആവേണ്ടത് എന്നാ പറയുന്നത്. ചില ആൾക്കാരില്ലേ, ചില ആൾക്കാരെ പിന്നെ ഇബാദുകളാക്കലാണ്. എങ്ങനെയാണെന്നറിയോ? ഇന്ന് നമ്മൾ കാണുന്നുണ്ട് അല്ലേ, പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈസാ നബിൻ്റെ അനുയായികൾ എന്ന് വാദിക്കുന്ന അവര് ഈസാ നബിനെ എന്താക്കി? റബ്ബായി ഗണിച്ച് അല്ലെ. അവർ അള്ളാഹ് ദൈവപുത്രനാണെന്നും ദൈവമാണെന്നും ഒക്കെ ഗണിച്ചിട്ട് ഈസാ നബിനെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായമല്ലേ നമ്മൾ ഈ ക്രിസ്ത്യാനികളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഇത് അല്ലേ. സത്യത്തിൽ പിന്നെ അത് അങ്ങനെ ഈസാ നബി അവരോട് പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ, പക്ഷെ അവരങ്ങനെ ആക്കിയതാ. അങ്ങനെ ആക്കാനും നമ്മൾ പാടില്ല. നമ്മൾ ആരാകേണ്ടത്? നമ്മൾ റബ്ബാനികളാകണം എന്നാണ് പറയുന്നത്. റബ്ബാനികൾ എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ ആളുകൾ. നമ്മൾ റബ്ബിൻ്റെ ആളുകളാവേണ്ടത്.
റബ്ബിൻ്റെ ആളുകളാണോ നമ്മൾ, എല്ലാ മനുഷ്യന്മാരുടെ ആളുകളാണോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതായത് നമുക്ക് ചില ആൾക്കാർക്കില്ലേ, ചില ആരെങ്കിലും പറഞ്ഞാൽ അത് വേദവാക്യം പോലെ അങ്ങനെ ഇല്ലേ അല്ലേ? ചില ഉലമാക്കൾ, ചില പണ്ഡിതന്മാർ, പിന്നെ ചില നേതാക്കന്മാർ പിന്നെ പറയുന്ന ചില കാര്യങ്ങൾ അവരുടെ അനുയായികൾ അള്ളാഹ് മറ്റേ പറഞ്ഞ പോലെ അങ്ങനെ എന്താക്കും, അനുസരിക്കും. അങ്ങനെ കൊണ്ടു നടക്കുന്ന ആൾക്കാരില്ലേ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അല്ലേ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അത് വലിയ തെറ്റാണെന്നാണ് പറയുന്നത്. പിന്നെ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥാനം അവർക്ക് കൊടുക്കാനുള്ള ഒരു ഇതും ഇല്ല. പ്രവാചകന്മാർക്കും മലക്കുകൾക്കും പോലും നമ്മൾ ഇങ്ങനൊരു സ്ഥാനം, ദിവ്യസ്ഥാനം കൽപ്പിക്കപ്പെടാൻ പാടില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ അനുയായികളായ പണ്ഡിതന്മാർക്ക്, പുരോഹിതന്മാർക്ക്, ശൈഖന്മാർക്ക്, ഇങ്ങനെയുള്ള മഹാന്മാർക്ക് അല്ലേ, അവരെത്ര ഉന്നത പദവിയിലുള്ളതായാലും നമുക്ക് ആ ഒരു ദിവ്യത്വ പദവി കൊടുക്കാൻ പാടുണ്ടോ? അങ്ങനെ പാടില്ല എന്ന് മാത്രമല്ല, അവർക്ക് അല്ലേ മതത്തിലുള്ള മതവിധികളെക്കാളും പിന്നെ പ്രാധാന്യം ബാക്കിലുണ്ടോ നോക്കിയാ അവർ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ വാക്കുകൾക്കായിരിക്കും. ഭയങ്കരമായ സ്ഥാനം കൊടുത്തിട്ട് അള്ളാക്കി വെക്കുന്ന ആൾക്കാരുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിനെ അവരെ റബ്ബാക്കലാണ്, അവരെ റബ്ബാക്കുന്ന ഒരു സിസ്റ്റമാണത് അല്ലേ. ഞാൻ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മളെ മുസ്ലിം സമുദായത്തിൽ തന്നെ ഇത്തരം ആളുകളെ കൊണ്ടു നടക്കുന്നവരുണ്ട്. അവർക്ക് പിന്നെ ഭയങ്കര സ്ഥാനമാനങ്ങളും പദവികളും കൊടുത്തിട്ട് റബ്ബാക്കി കൊണ്ടെടുക്കുന്ന ഒരവസ്ഥ അള്ളാഹു മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ തന്നെ പിന്നെ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. 64-ാമത്തെ ആയത്തിൽ സൂറത്തുൽ ബഖറയിലല്ല, നമ്മൾ ആലിമ്രാനിൽ തന്നെ, സൂറത്ത് ആലിമ്രാനിൽ തന്നെ 64-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ വലാ നുശ്രിക ബിഹി ശൈഅൻ വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബ മിൻ ദൂനില്ലാഹ് ഫഇൻ തവല്ലൗ ഫഖൂലു അശ്ഹദൂ ബിഅന്നാ മുസ്ലിമൂൻ. അല്ലേ, ഇവിടെ എന്താ അല്ലാഹു തആല പറയുന്നത്? യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ, തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും, നിങ്ങൾ ഒരു കലിമത്തിലേക്ക് വാ അല്ലേ, നമുക്കും നിങ്ങൾക്കും ഇടയിൽ സമമായ എന്താണ് അവിടെ? അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ വലാ നുശ്രിക ബിഹി ശൈഅ, ഞങ്ങൾക്കും നിങ്ങൾക്കും അല്ലെ അള്ളാഹുവിനെ അല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, അവനിൽ യാതൊന്നും പങ്കു ചേർക്കാൻ പാടില്ല. വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബ മിൻ ദൂനില്ലാഹ്, ഞങ്ങളിൽ ചിലരെ നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ റബ്ബുകളാക്കാനും പാടില്ല എന്ന രീതിയിൽ ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വാ എന്ന് അല്ലാഹു തആല അവരെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്ഥാനം കൊടുക്കുന്നത് ശ്രദ്ധിക്കണം. അതുപോലെ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള വേറെ ക്ലാസ് എടുക്കുന്ന ഏതെങ്കിലും ടീച്ചർമാർ, നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടമായി, ഇങ്ങനെ കേട്ട് പറഞ്ഞ് ഭയങ്കര ഇഷ്ടം വന്ന് ഭയങ്കര മൊഹബത്തായി, എന്നിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അവർ പറഞ്ഞാൽ അത് നടക്കും, അവർ ദുആ ചെയ്താൽ അത് സാധിക്കും എന്ന രീതിയിൽ അവരോട് കാര്യങ്ങൾ പറയുന്ന ആ ഒരു സിസ്റ്റവും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. കാരണം എന്ത് കാര്യവും അത് നടക്കുന്നത് അള്ളാഹിന്റെ തീരുമാനത്തോടു കൂടിയാണ്. ഈ പറയുന്ന എനിക്കോ അല്ലെങ്കിൽ വേറൊരാൾക്കോ അത്തരത്തിലുള്ളൊരു കഴിവോ ശക്തിയോ ഒരിക്കലും ഇല്ല. ചില ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് വിഷമാവും സത്യം പറഞ്ഞാൽ. നമ്മളെ ഇങ്ങനെ വല്ലാതെ പിന്നെ നല്ലത് പറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അങ്ങനെ ഒന്നും ഇല്ല അല്ലെ. നമ്മളെല്ലാവരും റബ്ബിന്റെ മുമ്പിൽ എന്താണ്? തുല്യരാണ്. ചിലപ്പോൾ ഓരോരുത്തരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, പക്ഷെ നമ്മൾ ഒരിക്കലും എന്താക്കാൻ പാടില്ല, മറ്റൊരാളെ അല്ലെ ഒരു സ്ഥാനം കൊടുത്ത് ഒരു പദവി കൊടുത്ത് വല്ലാതെ നമ്മൾ എന്താക്കാൻ പാടില്ല, ഉയർത്താൻ. അത് അവർ പറയുന്നതെല്ലാം അനുസരിക്കുക, അവർ പറയുന്നത് അങ്ങനെയൊക്കെ ആ രീതിയിലേക്ക്. നമ്മളിപ്പം അൽഹംദുലില്ലാ നമ്മളെ സ്വന്തമായ അഭിപ്രായങ്ങളോ ഒരു തീരുമാനങ്ങളോ ഒന്നും ഞാൻ പറയുന്നേ ഇല്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകളുമാണ് നമ്മൾ മുറുകെ പിടിക്കുന്നതും മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളും എല്ലാം അത് തന്നെയാണ്, അത് മാത്രം തന്നെയാണ്.
അതിന് വിരുദ്ധമായ ഒന്നും ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാതെ അള്ളാഹു സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അതായത് അല്ലെ, പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമായ ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും എതിരായി നിൽക്കുന്ന ഒരു വാക്ക് പോലും അല്ലെ, ഒരു ചിന്ത പോലും നമ്മുടെ ഹൃദയത്തിലോ പ്രവർത്തനങ്ങളിലോ വന്നു പോകാതിരിക്കാൻ റഹ്മാനായ റബ്ബ് ഏറ്റവും തഖ്വയോട് കൂടി ഏറ്റവും സൂക്ഷ്മതയോട് കൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഒരു തരത്തിലും ഒരാളെയും റബ്ബാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മളടുത്ത് ഉണ്ടാകാൻ പാടില്ല. നമ്മളെല്ലാം സമർപ്പിക്കേണ്ടത് അള്ളാഹുവിലേക്കാണ് അല്ലെ. നമ്മളെല്ലാം ഏൽപ്പിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രം. അള്ളാഹുവിലേക്ക് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ ഒരു സൃഷ്ടിക്കും കൊടുക്കാൻ പാടില്ല. അത് തന്നെയാണ് ശിർക്ക് എന്ന് പറയുന്നത്. അള്ളാഹ്ക്ക് അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് അള്ളാഹുവിന്റെ വലിയുകളാകുമ്പോൾ അവർ ദുആ സ്വീകരിക്കും, ശരി തന്നെ. പക്ഷെ ഒരിക്കലും നമ്മൾ അവർക്ക് അതിൻ്റെ റബ്ബിന് കൊടുക്കുന്ന പോലെയുള്ള ഒരു സ്ഥാനം കൊടുക്കുകയോ അവരോട് ദുആ ചെയ്യുകയോ അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകാനേ പാടില്ല. അള്ളാഹു മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പം പ്രവാചകന്മാരില് പിന്നെ അടുത്തൊരായത്തും കൂടി പറഞ്ഞാൽ നമുക്ക് ഈ ഭാഗം പൂർത്തിയാവുള്ളൂ. അതും കൂടി പറയാം. പഠിക്കുന്നവര് പിന്നെ ആദ്യത്തെ ഒരായത്ത് ഹിഫ്ള് ചെയ്യുന്നവര് ആദ്യത്തെ ഒരായത്ത് ഹിഫ്ള് ചെയ്താൽ മതി. കുറേ പഠിക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ബേജാറൊന്നും പഠിക്കാൻ കഴിയുമെങ്കിൽ 2 ആയത്ത് 3 ആയത്ത് പഠിച്ചു, അല്ലെങ്കിൽ ഒരു ആയത്ത് പഠിച്ചാൽ മതി, കുഴപ്പമില്ല. നമുക്ക് സ്ലോ ആയിട്ട് തന്നെ പോകാം ഇൻഷാ അല്ലാഹ്. എടുക്കുമ്പോൾ 2 ആയത്ത് എടുക്കാം, 3 ആയത്ത് എടുക്കാം ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ആഴ്ചയിൽ എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ആയത്ത് പഠിക്കാമല്ലോ. അപ്പോൾ ഇവിടെ അള്ളാഹു തആല പറഞ്ഞത് എന്താന്ന് വെച്ചാൽ പിന്നെ മാ കാന ലി ബശരിൻ അൻ യുഅ്തിയഹുല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവത തുമ്മ യഖൂലു ലിന്നാസി കൂനൂ ഇബാദൻ ലി മിൻ ദൂനില്ലാഹ്. അള്ളാഹു ഒരു മനുഷ്യന് വേദവും മതവിജ്ഞാനവും പ്രവാചകത്വം നൽകുകയും എന്നിട്ട് അദ്ദേഹം ജനങ്ങളോട് നിങ്ങൾ അള്ളാഹുവെ വിട്ട് എൻ്റെ ദാസന്മാരായിരിക്കും എന്ന് പറയുകയും ചെയ്യുക എന്നത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. എന്നാൽ എന്താ പറയേണ്ടത്? സുമ്മ യഖൂലു ലിന്നാസി വലാകിൻ കൂനൂ റബ്ബാനിയീന ബിമാ കുന്തും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുന്തും തദ്റുസൂൻ. ഇവിടെ റബ്ബാനികളാകാനുള്ള ഒരു ഓപ്ഷൻ എന്താ പറയുന്നത്? വലാകിൻ കൂനൂ റബ്ബാനിയീൻ അല്ലെ. നിങ്ങൾ എന്താവണം എന്ന് പറയുന്നത്? നിങ്ങൾ റബ്ബാനികളാക്. അതായത് അള്ളാഹുവിൻ്റെ നിഷ്കളങ്ക ദാസന്മാർ. എങ്ങനെ റബ്ബാനികളാകാൻ പറയുന്നത്? ബിമാ കുന്തും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുന്തും തദ്റുസൂൻ. നിങ്ങൾ വേദഗ്രന്ഥം പഠിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെയും. അപ്പം പഠിപ്പിക്കുക, അതിലൂടെയാണ് നമുക്ക് എന്താവാൻ സാധിക്കുന്നത്? അള്ളാഹുവിൻ്റെ നിഷ്കളങ്ക ദാസന്മാരായി തീരാൻ സാധിക്കുന്നത്. ശരിയല്ലേ അല്ലേ? നമ്മൾ എത്രത്തോളം അറിവ് നേടുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മളെ പ്രവർത്തനങ്ങളിലൊക്കെ മാറ്റം വരുന്നില്ലേ? മുമ്പൊക്കെ നമ്മൾ ചെയ്ത പോലെയാണോ ഇപ്പൊ നമ്മളെ നിസ്കാരങ്ങളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാ? ഒരു അലസതയോ ഒരു മടിയോ ഒന്നും ഇല്ലാതെ നമ്മൾ വളരെ ഉത്സാഹത്തോടെ സമയമാകാൻ കാത്ത് ഒളു ചെയ്ത് റെഡിയായി നിൽക്കുന്ന ആ ഒരു രീതിയിലേക്ക് ഓരോരുത്തരും ഉയർന്നില്ലേ? അതെന്താ അവിടെ ഉയർത്തിയത്? അത് പഠനം തന്നെയാണ്, ഇൽമ് തന്നെയാണ് അതിലേക്ക് എത്തിച്ചത്. പഠിപ്പിക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ്. അതിലൂടെയാണ് നമുക്ക് റബ്ബാനികളാകാൻ സാധിക്കും. റബ്ബിന്റെ ആളുകളാകണമെങ്കിൽ റബ്ബിനെ കുറിച്ച് പഠിക്കണം. റബ്ബ് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം. എല്ലാം നമുക്ക് അറിയണം, അറിവ് നേടിക്കൊണ്ടേയിരിക്കണം. അറിവ്, ഇൽമ് ഖുർആനികമായ, ദീനിപരമായ, മതപരമായ ഇത്തരം അറിവുകൾ കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്നിട്ട് അള്ളാഹു തആല എന്താ പറയുന്നറിയോ അടുത്ത ആയത്തില്? വലാ യഅ്മുറകും അൻ തത്തഖിദുൽ മലായികത വന്നബിയ്യീന അർബാബൻ അയഅ്മുറുകും ബിൽ കുഫ്രി ബഅദ ഇദ് അൻതും മുസ്ലിമൂൻ. വലാ യഅ്മുറകും, ഈ പറയുന്ന ആള് നിങ്ങളോട് കൽപ്പിക്കുകയില്ല. എന്ത്? അൻ തത്തഖിദു അൽ മലായികത വന്നബിയ്യീന അർബാബ. മലക്കുകളെയും നബിമാരെയും പ്രവാചകന്മാരെയും നിങ്ങൾ റബ്ബായി സ്വീകരിക്കണമെന്ന് അദ്ദേഹം നിങ്ങളോട് ഒരിക്കലും എന്താക്കൂല,
കൽപ്പിക്കൂല. മുറുക്കും ബിൽ കുഫ്രി ബഅദ ഇദ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായി കഴിഞ്ഞതിന് ശേഷം അവിശ്വാസം സ്വീകരിക്കാൻ അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇപ്പൊ നമ്മളോട് അല്ലെ അള്ളാഹു മലക്കുകളെയോ പ്രവാചകന്മാരെയോ പോലും രക്ഷിതാക്കളായി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അവരെ പോലും അങ്ങനെ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അതല്ലാത്ത സാധാരണക്കാരായ അല്ലെ ചില ശേഖന്മാർക്കും പിന്നെ അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം മഹത്വം കൽപ്പിക്കുന്നതിൽ എന്തടിസ്ഥാനം ഉള്ളത്? നമ്മൾ ഓരോരുത്തർ ചിന്തിക്കണ്ടേ അല്ലെ, മനസ്സിലാക്കണ്ടേ? അപ്പം വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം, മുസ്ലിങ്ങളായതിനു ശേഷം അവിശ്വാസം സ്വീകരിക്കാൻ നിങ്ങളോട് അദ്ദേഹം കൽപ്പിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലുമില്ല. നമ്മൾ ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണത് അല്ലേ. അൽഹംദുലില്ലാ അള്ളാഹു നമ്മളെ വിശ്വാസികളാക്കി മുസ്ലിമീങ്ങളാക്കി ജനിപ്പിച്ച് മുഅ്മിനീങ്ങളാക്കി അല്ലേ. അള്ളാഹു യഥാർത്ഥ മുഅ്മിനീങ്ങളെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഈമാനിൽ ഉറച്ചു നിന്നുകൊണ്ട് യഥാർത്ഥ ഈമാനിന്റെ ഉടമകളായി അല്ലെ വിശ്വാസികൾക്ക് അത് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ വിജയികളായ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ഹിദായത്താകുന്ന സന്മാർഗത്തിലൂടെ സഞ്ചരിച്ച് അവൻ്റെ വാഗ്ദാനമായ സ്വർഗത്തിലേക്ക് എത്താൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹുവിൻ്റെ ഈമാൻ അല്ലെ, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫി ഖുലൂബിന, എപ്പോഴും പ്രാർത്ഥിക്കണം. അള്ളാഹുവെ ഈമാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കി തീർക്കണേ അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫി ഖുലൂബിന, അതിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ നല്ല അലങ്കരിക്കണേ, ഈമാൻ കൊണ്ട് അലങ്കരിക്കാൻ ഇല്ലേ. നമ്മൾ ഇന്ന് ഒരു കല്യാണമൊക്കെ വരുമ്പോൾ വീടുകളൊക്കെ എന്തുമാത്രം അലങ്കാരങ്ങളാണല്ലേ. പന്തലിനൊക്കെ പിന്നെ പൈസ ചെലവാക്കുന്നല്ലേ ആൾക്കാർ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വിളക്കുകൾ കൊണ്ടും മറ്റും. നമ്മളെ ഹൃദയം വീടും പന്തലൊക്കെ എത്ര ഭംഗി ഉണ്ടായിട്ട് അതിലൊക്കെ അത് നിമിഷികമായ കുറഞ്ഞ സമയങ്ങളിലേക്ക് മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മളെ ഹൃദയങ്ങൾ നമ്മൾ ഈമാൻ കൊണ്ട് അലങ്കരിക്കണം. നമ്മളെ ഈമാൻ കൊണ്ട് അത് പ്രകാശപൂരിതമാകണം, ആക്കണം. അള്ളാഹു ഹൃദയങ്ങളിൽ അള്ളാഹു വിശാലത നൽകട്ടെ അല്ലെ. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹു അലാ നൂരിൻ മിൻ റബ്ബിഹി, ആരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു തആല ഇസ്ലാമിന്റെ ഇതിൽ വെളിച്ചം വിശാലത അള്ളാഹു നൽകിയോ അവൻ അള്ളാഹുവിന്റെ വെളിച്ചത്തിലാണ്, പ്രകാശത്തിലാണെന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രകാശം അത് നമ്മുടെ ഹൃദയങ്ങളിൽ കത്തി നിൽക്കട്ടെ. ആ ഒരു പ്രകാശം നമുക്ക് നാളെ നമ്മുടെ ഖബറുകളിൽ അവിടുത്തെ ഇരുട്ടിലും പ്രകാശപൂരിതമാകുന്ന അമൽ സ്വാലിഹാത്തുകൾ കൊണ്ട് പ്രകാശപൂരിതമാക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഓരോ കാര്യങ്ങളും കേട്ട ഓരോ കാര്യങ്ങളും പറഞ്ഞതിനേക്കാളും കേട്ടതിനേക്കാളും ഉപരിയായി അമൽ ചെയ്യാൻ, കൂടുതലായി അമൽ കൊണ്ടുവരാൻ, മരണം വരെ അത് നിലനിർത്തി കൊണ്ടുപോകാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. റഹ്മാനായ റബ്ബേ, നിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് അള്ളാഹുവെ ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാഥാ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണേ റഹ്മാനെ, പരിപൂർണമായി നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് പിഴവുകളും പോരായ്മകളും ഞങ്ങളിൽ വന്നു പോയിട്ടുണ്ട് അള്ളാഹുവെ. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഞങ്ങളെ നീ പൂർണ്ണമായി നീ കബൂൽ ചെയ്യണേ അള്ളാഹ്, പരിപൂർണമായി നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും എല്ലാ അമലുകളും, ഞങ്ങളുടെ മുഴുവൻ സൽക്കർമ്മങ്ങളും, ഞങ്ങളുടെ നമസ്കാരമാകട്ടെ, ഞങ്ങളുടെ ദാനധർമ്മങ്ങളാകട്ടെ, ഞങ്ങളുടെ ഖുർആൻ പാരായണങ്ങളാകട്ടെ, ഞങ്ങളുടെ നോമ്പും സക്കാത്തും ഹജ്ജും എല്ലാം റഹ്മാനായ റബ്ബേ നിന്റെ അടുക്കൽ പരിപൂർണമായും സ്വീകരിക്കപ്പെടുന്ന നല്ല അമലുകളാക്കി നീ മാറ്റിത്തരണേ റഹ്മാനെ. എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഒന്നുപോലും നഷ്ടപ്പെടുന്ന ഒരു നഷ്ടക്കാലിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ റഹ്മാനെ. ഒരുപാട് തിന്മകൾ ഞങ്ങളിൽ വന്നു പോയിട്ടുണ്ട് റഹ്മാനായ റബ്ബേ. അറിവില്ലാത്ത കാലത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ വന്നു പോയിട്ടുണ്ട് റഹ്മാനായ റബ്ബേ. പരിപൂർണമായും തെറ്റുകളിൽ നിന്ന് വിട്ടകന്ന് നിന്നുകൊണ്ട് ഒരുപാട് നന്മകൾ ആ സ്ഥാനത്ത് കൊണ്ടുവരാൻ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളുടെ തിന്മകളെല്ലാം നീ നന്മകളാക്കി മാറ്റിത്തരണേ റഹ്മാനെ. ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കുന്ന അവസരത്തിൽ റഹ്മാനായ റബ്ബേ
യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ഏകനായ റബ്ബായ നിന്നെ ആരാധിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. മരണസമയത്ത് അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തില് ഒരുപാട് പേര് പല ആവശ്യങ്ങൾ കൊണ്ട് ദുആ വസിയത്ത് ചെയ്തവരുണ്ട് റഹ്മാനായ റബ്ബേ. എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് പേര് പലതരത്തിലുള്ള പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പെട്ടുപോയവരുണ്ട് അല്ലാഹുവേ. അവർക്കൊക്കെയും നീ അവരുടെ പ്രയാസങ്ങൾക്ക് നീ ആശ്വാസവും സമാധാനവും നൽകണേ റഹ്മാനെ. കടബാധ്യതകൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. ഒരുപാട് സഹോദരിമാര് പല നിലക്കും എന്നോട് പറഞ്ഞിരുന്നു, പല വിധത്തിൽ കടബാധ്യതകൾ വന്നു പോയിട്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹു. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണേ അല്ലാ. ചിലരൊക്കെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി കടമെടുത്ത് ലോണെടുത്ത് ബുദ്ധിമുട്ടുന്നവരായിരിക്കും. പക്ഷെ മറ്റു ചിലർ കഠിനമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട് ചികിത്സിക്കാൻ വകയില്ലാതെ കടബാധ്യതകളിൽ പെട്ടുപോയി പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ലാഹുവേ. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ നീക്കിക്കൊടുത്ത് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ സൗഖ്യം നിറഞ്ഞ ഒരു ജീവിതം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായും മറ്റും പ്രയാസപ്പെടുന്ന ഒരുപാട് വേദനകൾ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനായ റബ്ബേ. എല്ലാവർക്കും നീ രോഗശമനവും ശിഫയും ആശ്വാസവും സമാധാനവും ക്ഷമയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും ക്ഷമക്ക് പകരമായി കണക്കില്ലാത്ത പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മുസ്ലിം ആയതിന്റെ പേരിൽ ഒരുപാട് പേര് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രയാസം അനുഭവിക്കുന്നു റഹ്മാനായ റബ്ബേ. അവർക്ക് നീ ആശ്വാസം നൽകണേ അല്ലാ. അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ. ഇസ്ലാമിന് മുസ്ലിമിന് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. യഥാർത്ഥ ഇസ്ലാമിന്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുന്ന നല്ല മുസ്ലിമീങ്ങൾ ധാരാളം ഉണ്ടാകാൻ നീ എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ കൂട്ടത്തിൽ നിന്നും ഞങ്ങൾക്ക് അറിവ് പകർന്നു തന്ന ഒരുപാട് ഗുരുനാഥന്മാർ നേരത്തെ ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയി റഹ്മാനായ റബ്ബേ. എല്ലാവർക്കും നീ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും വിട പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെയും അല്ലാഹുവേ ഖബറുകളിലാണ് അല്ലാഹുവേ. അവർക്ക് നീ ഖബർ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ പാപങ്ങളെല്ലാം പുറത്ത് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ പരലോകത്ത് സ്വർഗത്തിൽ നിന്നെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കത്തിയാളുന്ന നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا